നമസ്കാരം, എല്ലാവർക്കും ദത്ത കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10 കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കുള്ള ഒരു 10 കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. റെയർ ആയിട്ടുള്ള കുറച്ച് ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നും ഒക്കെ എടുത്തിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്ന് നോട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്നാമത്തത്, ഇന്ത്യ 61st സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓപ്പൺ ഇൻ നാഗാലാൻഡ്. എന്താണ് നാഗാലാൻഡിൽ ഇന്ത്യയുടെ 61ാമത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് സെന്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇത് നാഗാലാൻഡിലെ ആദ്യത്തേതും ഇന്ത്യയുടെ 61ാമത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കുമാണ്. ഇത് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത് കൊഹിമയിലാണെന്നുകൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പൊ 61ാമത്തെ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് എവിടെയാണ് ഓപ്പൺ ചെയ്തത് എന്ന് ചോദിക്കുവാണെങ്കിൽ അത് നാഗാലാൻഡിലാണ്. നാഗാലാൻഡിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കും ഇത് കൊഹിമയിലാണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത്, ഇന്റർനാഷണൽ റെഡ് പാൻഡ ഡേ. ഇന്റർനാഷണൽ ആയിട്ടുള്ള റെഡ് പാൻഡ ഉണ്ടല്ലോ, അതിൻ്റെ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും 3rd സാറ്റർഡേ, അതായത് 3ാം ശനിയാഴ്ചയാണ്. സെപ്റ്റംബർ മാസത്തിലെ 3ാം ശനിയാഴ്ചയാണ് ഇന്റർനാഷണൽ റെഡ് പാൻഡ ഡേ ആയിട്ട് നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ പബ്ലിക് അവയർനെസ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ റെഡ് പാണ്ടയെ കൺസേർവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം വംശനാശമൊക്കെ വന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് അതിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ 2021 സെപ്റ്റംബർ 18 റെഡ് പാൻഡ ഡേ ആചരിച്ചത്. ഈ ഡേ ലോഞ്ച് ചെയ്തത് എന്നാണെന്ന് ചോദിക്കുവാണെങ്കിൽ ശരിക്കും ഇത് ആഘോഷിച്ച് തുടങ്ങിയത് 2010 മുതലാണ്. 2010 സെപ്റ്റംബർ 18 ആദ്യമായിട്ട് ഇന്റർനാഷണൽ റെഡ് പാൻഡ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഇത് ലോഞ്ച് ചെയ്തത് ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ റെഡ് പാൻഡ നെറ്റ്വർക്ക് ആണ്. എന്താണ് റെഡ് പാൻഡ നെറ്റ്വർക്ക് ആണ്. അത്രയൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി മൂന്നാമത്തെ നോക്കാം. ഫോമർ സുപ്രീം കോടതി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര will be the new ombudsman cum ethics officer of Delhi and District Cricket Association. DDCA ഫുൾ ഫോം നോക്കി വയ്ക്കുക. ഡൽഹി ആൻഡ് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ ഓംബുഡ്സ്മാൻ കം എത്തിക്സ് ഓഫീസർ ആയിട്ട് നിയമിതയായിട്ടിരിക്കുന്നത് ഇന്ദു മൽഹോത്രയാണ്. ഇന്ദു മൽഹോത്രയെ നമുക്കറിയാം ജസ്റ്റിസ് ആണ്, റിട്ടയർഡ് ജസ്റ്റിസ് ആണ്, സുപ്രീം കോടതി ജഡ്ജാണ് ഫോർമർ ആയിട്ടുള്ള. ഇദ്ദേഹം 1 വർഷത്തേക്കാണ് DDCAയുടെ ഓംബുഡ്സ്മാൻ ആയിട്ട് ചാർജ് ഏറ്റിരിക്കുന്നത്. ദ DDCA's ജനറൽ ബോഡി ഹെഡഡ് ബൈ ഇറ്റ്സ് പ്രസിഡന്റ് റോഹൻ ജെയ്റ്റ്ലി ഡിസൈഡഡ് ഓൺ 65-year-old ജസ്റ്റിസ് മൽഹോത്ര അപ്പോയിന്റ്മെന്റ്. അപ്പൊ ആരാണ് DDCAയുടെ ജനറൽ ബോഡി അല്ലെങ്കിൽ ജനറൽ പ്രസിഡന്റ് എന്നൂടെ, ഹെഡഡ് ബൈ പ്രസിഡന്റ് അല്ലേ, DDCAയുടെ പ്രസിഡന്റിനെ കൂടെ നോക്കി വെക്കുക. റോഹൻ ജെയ്റ്റ്ലിയാണ്. അദ്ദേഹമാണ് മൽഹോത്രയെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് നോക്കി വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ട, ജസ്റ്റ് പോയിന്റ് മാത്രം എഴുതി പോവുക. ഇനി നാലാമത് നോക്കാം. ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ലോഞ്ച് ചെയ്ത ഒരു പുതിയ മിഷന്റെ പേരാണ് 1 ഗ്രാം പഞ്ചായത്ത് 1 ഡിജിപേ സഖി. എന്താണ് 1 ഗ്രാം പഞ്ചായത്ത് 1 ഡിജിപേ സഖി എന്ന് പറയുന്നത് പുതിയൊരു മിഷനാണ്. ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ജമ്മു കാശ്മീരിൽ തുടങ്ങിയ മിഷനാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ്. ദ മിഷൻ വാസ് ലോഞ്ച്ഡ് അറ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലോഞ്ച് ചെയ്തത്. എന്താണ് ജമ്മു കാശ്മീർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാംപോർ ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഹി ഔട്ട്ലൈൻ ദാറ്റ് ഡിജിപേ സഖി ഹാസ് ഇൻട്രൊഡ്യൂസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വിത്തിൻ ദ UT സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. നമുക്കറിയാം SHG എന്ന് പറയുന്നത് എന്താണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണ് അല്ലെ. സ്വയം തൊഴിലിന് സഹായിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സഹായമാണ് ഈ 1 ഗ്രാം പഞ്ചായത്ത് 1 ഡിജിപേ സഖി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മിഷനെ പറ്റിയിട്ട് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനിഷ്യലി ദ ഡിജിപേ ഫെസിലിറ്റി വിൽ ബി പ്രൊവൈഡഡ് ഇൻ 2000 റിമോട്ട് വില്ലേജസ് ഓഫ് യൂണിയൻ ടെറിട്ടറി. അതായത് ഏകദേശം 2000 റിമോട്ട് വില്ലേജസിലാണ് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യമായിട്ട്. ഇൻ ദ ഫസ്റ്റ് ഫേസ് 8 വുമൺ ഫ്രം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫ്രം അക്രോസ് ദ ജമ്മു കാശ്മീർ ഡിവിഷൻ ഹാസ് ബീൻ സെലക്ടഡ് ആസ് ഡിജിപേ സഖീസ്. അതായത് ഫിനാൻഷ്യൽ ആക്സസ് കൊടുക്കുവാണല്ലോ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ആദ്യം 80 വുമൺസിന് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. On the occasion, Lieutenant Governor distributed 80 Aadhaar-enabled payment system among the DGPay Sagi under the Jammu Kashmir Rural Livelihood Mission. അപ്പം
ഇതെന്താണെന്ന് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടല്ല ചോദിക്കാൻ പോകുന്നത്, ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ഡിജിപേ സഖി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ജമ്മു കാശ്മീരിലെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. ആരാണ് തുടങ്ങിയത്? ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് തുടങ്ങിയിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 5ാമത് നോക്കാം. Prime Minister Narendra Modi launched a Sansar TV, which has been created by merging Lok Sabha TV and Rajya Sabha TV. Lok Sabha TVയും Rajya Sabha TVയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നരേന്ദ്രമോദി ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത പുതിയ ടിവിയുടെ പേര്, ചാനലിന്റെ പേരാണ് സൻസാർ TV എന്ന് പറയുന്നത്. ഇത് എന്താണ്, വൈസ് പ്രസിഡന്റ് എം വെങ്കയ്യ നായിഡുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർള എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് പ്രൈം മിനിസ്റ്റർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സൻസാർ TV പ്രോഗ്രാമിംഗ് വിൽ ടച്ച് അപ്പോൺ ദി ഫംഗ്ഷനിങ് ഓഫ് ദി പാർലമെന്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം രാജ്യസഭ TV അല്ലെങ്കിൽ ലോക്സഭ TV ഒക്കെ എന്താണ്, പാർലമെന്റിന്റെ പരിപാടികളൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് അതിന്റെ ജോലി. അപ്പൊ ഇതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് പാർലമെന്റിന്റെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫംഗ്ഷനിങ്, സ്കീംസ്, പോളിസി ഇതിനെ പറ്റിയിട്ടെല്ലാം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ചാനലിന്റെ ഏറ്റവും കൂടുതൽ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ സൻസാർ TV ഏതൊക്കെ തമ്മിൽ മെർജ് ചെയ്തതാണ്? ലോക്സഭ TV, രാജ്യസഭ TVയും കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് മെർജ് ചെയ്ത് പുതിയതായിട്ട് തുടങ്ങിയതാണ് സൻസാർ TV എന്ന് ഓർത്തു വെക്കുക. ഇനി 6, വേൾഡ് ബാംബു ഡേ ഈസ് ഒബ്സർവ്ഡ് എവറി ഇയർ 18 September ടു റൈസ് അവയർനെസ് ഓഫ് ദി ബെനിഫിറ്റ് ഓഫ് ബാംബു ആൻഡ് ടു പ്രൊമോട്ട് ഇറ്റ് യൂസ് ഇൻ എവറി ഡേ പ്രോഡക്ട്സ്. അപ്പം ബാംബു ഡേ ആയിട്ട്, വേൾഡ് ബാംബു ഡേ ആയിട്ട് ആചരിക്കുന്നത് 18 സെപ്റ്റംബറിലാണ് എല്ലാ വർഷവും ആചരിക്കുന്നത്, അല്ലെ, മുളയുടെ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഇത് ബാംബൂസ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസ്, മെയിൻലി ഇൻ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതെന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാതുകൊണ്ട് അതിനെ വിട്ടേക്കുക. ഈ തീം 2021 തീം എന്ന് പറയുന്നത് പ്ലാൻ ബാംബു, ഇറ്റ് ഈസ് ടൈം ടു പ്ലാൻ ബാംബു എന്നാണ്. ഇനി ഇതിനകത്ത് ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. വേൾഡ് ബാംബു ഓർഗനൈസേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബെൽജിയമാണ്, ആൻവേർബ് ബെൽജിയമാണ്. അതുകൊണ്ട് വേൾഡ് ബാംബു ഓർഗനൈസേഷൻ തുടങ്ങിയത് 2005 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിന്റെ പേര് സുസൈൻ ലൂക്കാസ് എന്നാണ്. അതുകൂടെ ഒന്ന് നോക്കി വെക്കുക. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കില്ലെങ്കിൽ പോലും ഇതിന്റെ തീം നിങ്ങൾ ഓർക്കുക. എല്ലാ വർഷവും എപ്പോഴാണ് ആചരിക്കുന്നത്? 18 സെപ്റ്റംബറിലാണെന്നൂടെ നോട്ട് ചെയ്തൊന്ന് വെച്ചേക്കുക. ഇനി 7ാമത്തത്, അൽക്ക Nangia Arora has been appointed as the chairman cum managing director of the National Small Industries Corporation Limited. National Small Industries Corporation Limited ഇന്ത്യയുടെ ആണ്. അതിന്റെ പുതിയ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതമായിരിക്കുന്നത് അൽക്ക നൻജിയ അറോറയാണ്. ഷീ ഹാസ് ടേക്കൺ ദ അഡീഷണൽ ചാർജ് ഓഫ് പോസ്റ്റ് ഓൺ September 14, 2021 സെപ്റ്റംബർ 14 ഷീ ഈസ് എ ജോയിന്റ് സെക്രട്ടറി ഇൻ ദ മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അതായത് ജോയിന്റ് സെക്രട്ടറി ആണ് മിനിസ്ട്രി ഓഫ് മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ്. കൂട്ടത്തിൽ തന്നെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടറായിട്ട് മാറിയിരിക്കുന്നു September 14. നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 8, the 15th edition of Indo-Nepal Joint Military Training Exercise. ആ ഇൻഡോ-നേപ്പാൾ, ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസിന്റെ പേരാണ് സൂര്യകിരൺ. എന്താണ്? സൂര്യകിരൺ. അതെന്താണ്? ഇൻഡോ-നേപ്പാൾ ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസിന്റെ പേര് സൂര്യകിരൺ ആണ്. അതിന്റെ 15ാമത് എഡിഷൻ September 20, 2021 നടന്നു. എവിടെ വെച്ച്? അറ്റ് പിത്തോഗ്രാഹ് ഇൻ ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടാണ് നടന്നത്. ദ പ്രീവിയസ് എഡിഷൻ ഓഫ് ദി എക്സസൈസ് സൂര്യകിരൺ വാസ് കണ്ടക്ടഡ് ഇൻ നേപ്പാൾ. നേപ്പാളിൽ 2019 നടന്നതിന് ശേഷം ഇപ്പം 2021 നടക്കുന്നത്. കോവിഡ് ആയതുകൊണ്ട് 2020 നടന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇൻഡോ നേപ്പാൾ ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസിന്റെ പേര് സൂര്യകിരൺ. സൂര്യകിരൺ ഓക്കെ ആണല്ലോ. ഇനി 9, വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ഒബ്സർവ് ചെയ്യുന്നത് September 17. വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് 17 ടു ക്രിയേറ്റ് ഗ്ലോബൽ അവയർനെസ്. ലോകത്തിൽ മൊത്തമായിട്ട് ഗ്ലോബൽ അവയർനെസ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ഏർജ് പീപ്പിൾ ടു ഷോ ദെയർ കമ്മിറ്റ്മെന്റ് ടു മേക്കിംഗ് ഹെൽത്ത് കെയർ സേഫർ. ഹെൽത്ത് കെയർ ഇപ്പം ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് September 17. ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ദിവസം ദ ഡേ ബ്രിങ്സ് ടുഗദർ പേഷ്യൻസ്, ഫാമിലി, കെയർ ഗീവേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സ്, ഹെൽത്ത് കെയർ ലീഡേഴ്സ് ആൻഡ് പോളിസി മേക്കേഴ്സ് ടു ഷോ ദെയർ കമ്മിറ്റ്മെന്റ് ടു പേഷ്യന്റ് സേഫ്റ്റി. തീം ഓർത്ത് വയ്ക്കുക. 2021 തീമാണ് സേഫ് മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ കെയർ എന്നാണ്. എന്താണ്? സേഫ് മെറ്റേണൽ ആൻഡ് ന്യൂ ബോൺ കെയർ. അതാണ് വേൾഡ് പേഷ്യന്റ് സേഫ്റ്റി ഡേയുടെ ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത്. നോക്കി വെച്ചേക്കാം. ഇനി 10ാമത്തത്, നീതി ആയോഗ് ഇൻ കൊളാബറേഷൻ വിത്ത് US ബേസ്ഡ് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് RMI ഇന്ത്യ.
എന്താണ് നീതി ആയോഗ് ഇൻ കൊളാബറേഷൻ വിത്ത് US based റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് RMI India ഹാസ് ലോഞ്ച്ഡ് എ ക്യാമ്പയിൻ നെയ്മഡ് ശൂന്യ. എന്താണ് ശൂന്യ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഇന്ത്യ ആരുമായിട്ട് ചേർന്നിട്ട്, ഇന്ത്യ അല്ലെങ്കിൽ നീതി ആയോഗ് ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുണ്ടാക്കിയതാണ്? US based റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് നടത്തുന്ന ക്യാമ്പയിൻ ആണ് ശൂന്യ. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊമോട്ട് സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾ ബൈ വർക്കിംഗ് വിത്ത് കൺസ്യൂമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സീറോ പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള വെഹിക്കിൾസ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രീസിനും കൺസ്യൂമേഴ്സിനും വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള നീതി ആയോഗ് US based റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്ന് തുടങ്ങിയ ക്യാമ്പയിന്റെ പേരാണ് ശൂന്യ. അപ്പൊ സീറോ പൊല്യൂഷൻ ശൂന്യം അല്ലെ, സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യമാണല്ലോ, ശൂന്യ സീറോ പൊല്യൂഷൻ. The campaign will promote the adoption of electric vehicles in the urban delivery segment and create consumer awareness about the health, environmental and economical benefit of electric vehicle. Electric vehicle അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പം എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കുകയും എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നീതി ആയോഗ് US ബേസ്ഡ് ആയിട്ടുള്ള റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് തുടങ്ങിയ ക്യാമ്പയിൻ്റെ പേരാണ് ശൂന്യ. എന്തിനു വേണ്ടിയിട്ട്? സീറോ പൊല്യൂഷൻ ഡെലിവറി വെഹിക്കിൾസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പുതിയ ഒരു സംരംഭം. ഓർമ്മയുണ്ടല്ലോ? അപ്പം ഇന്ന് പറഞ്ഞ 10 കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നോട്ട് ചെയ്ത് ഉറപ്പായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എഴുതുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും വലിച്ചു വാരി എഴുതണ്ട. ഈ പറഞ്ഞ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കറണ്ട് അഫെയർ ബുക്കിലോട്ട് നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.